ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2184. ഇന്ന് ഡിസംബർ മാസം 23-ാം തീയതി, 357-ാമത്തെ ദിവസത്തിലെത്തി. ഓരോ ക്രിസ്തുമസ് കാലവും ഓർമ്മിപ്പിക്കുന്നൊരു കഥയുണ്ട്. പറഞ്ഞും കേട്ടും വളരെ പഴകിയതാണ്. റാൾഫ് എന്ന ബാലന്റെ നാടകാഭിനയത്തിന്റെ കഥയാണ്. ബുദ്ധി വളർച്ചയിൽ അല്പം പിന്നോക്കമായിരുന്ന റാൾഫ് 9-ാം വയസ്സിലും 2-ാം ക്ലാസ്സിലാണ് പഠിച്ചത്. അക്കൊല്ലം ക്രിസ്മസ് പരിപാടികളിൽ തിരുപ്പിറവിയുടെ നാടകം നടത്താനായിട്ട് തീരുമാനിച്ചു. സത്രം സൂക്ഷിപ്പുകാരന്റെ വേഷമാണ് ക്ലാസ് ടീച്ചർ റാൽഫിന് നൽകിയത്. കാരണം ഈ വേഷത്തിൽ വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമേ മനഃപ്പാഠമാക്കേണ്ടതുള്ളൂ. ഏറെ ദിനങ്ങളിലെ ദീർഘമായ കഠിനമായ പരിശീലനത്തിനൊടുവിൽ നാടകം അരങ്ങേറ്റ ദിവസമെത്തി. തിരശ്ശീല ഉയർന്നു. മാലാഖമാരും ആട്ടിടയന്മാരും സന്ദേശവുമെല്ലാം കടന്നു വന്നു പോയി. ഒടുവിൽ റാൾഫ് അഭിനയിക്കേണ്ട രംഗമെത്തി. ഗർഭിണിയായ മറിയയും ജോസഫും വന്ന് സത്രത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. റാൾഫ് എന്ന സത്ര സൂക്ഷിപ്പുകാരൻ പുറത്തിറങ്ങി വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ജോസഫ് തങ്ങളുടെ ആവശ്യം അറിയിക്കുന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി വേണം. റാൾഫ് ഗൗരവത്തിൽ പറഞ്ഞു, ഇവിടെ മുറികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു, ഒരു മുറി പോലും ശേഷിക്കുന്നില്ല. യൗസേപ്പ് മറിയത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അപ്പോൾ നോക്കൂ, ഇതെന്റെ ഭാര്യയാണ്, അവൾ ഗർഭിണിയാണ്, അവൾക്ക് വിശ്രമിക്കാൻ ദയവായി അല്പം സ്ഥലം തരണം. തുടർന്ന് നാടകത്തിൽ റാൾഫ് പറയുന്ന ഡയലോഗ് ഒരു ആക്രോശമായിരുന്നു. നിങ്ങൾ കടന്നു പോകൂ എന്ന് അത്യുച്ചത്തിൽ അലറണമെന്നാണ് ടീച്ചർ പറഞ്ഞ് പഠിപ്പിച്ചത്. എന്നാൽ റാൾഫ് ഇവിടെ ഒന്നും പറയുന്നില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ ടീച്ചർ നിൽപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവനെ ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സത്രക്കാരൻ കുട്ടി മിണ്ടുന്നില്ല. ടീച്ചർ വീണ്ടും വീണ്ടും പിന്നിൽ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കടന്നു പോകൂ എന്ന് പറയൂ റാൾഫ്, നിങ്ങൾ കടന്നു പോകൂ എന്ന് പറയൂ. റാൾഫ് മൗനമായി നിന്നു. ടീച്ചർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ റാൾഫ് മനസ്സില്ല മനസ്സോടെ പതിയെ പറയും, നിങ്ങൾ കടന്നു പോകൂ. ഈ സംഭാഷണത്തിന് ശേഷം റാൾഫ് രംഗം വിടേണ്ടതാണ്. പക്ഷെ അവൻ അവിടെ തന്നെ നിന്ന്. മറിയവും യൗസേപ്പും ദുഃഖിതരായി തിരികെ നടക്കുന്നു നോക്കി അവൻ നിൽക്കുകയാണ്. അവന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് റാൾഫ് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യൗസേപ്പ്, നിങ്ങൾ പോകരുത്, തിരിച്ചു വരൂ. കണ്ണുനീർ തുടച്ച് ഒരു ചെറു പുഞ്ചിരി കൊണ്ട് റാൾഫ് പറയുകയാണ്, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ എന്റെ മുറി നൽകാം. ഇതാണ് ശരിക്കും കഥ, ഇതാണ് ശരിക്കും കാര്യം, ഇതാണ് ശരിക്കും ജീവിതം, അല്ലേ? ക്രിസ്തുവിന് ഇടം കൊടുക്കാനാവാത്ത വിധം എല്ലാ വിധത്തിലും വളർന്നു മുതിർന്നു കഴിഞ്ഞ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയവും ജീവിതവും. ഇവിടെ അല്പം ബുദ്ധിക്കുറവുണ്ടെന്ന് നമുക്ക് തോന്നുന്ന നമ്മൾ അങ്ങനെ കണ്ടുവിധിച്ചൊരു കുട്ടി എന്തു വേഗമാണ് നമ്മളെ ഒന്നും കൂടി ഒന്ന് തച്ചുടച്ച് വൃത്തിയാക്കി തരുന്നതുമൊക്കെ. കുറെ കൂടി ക്രിസ്തുവിന് അവനവന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഇരിപ്പിടം ഉറപ്പുവരുത്താം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.